മധ്യ കേരളത്തിൽ നിന്നൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി പിറവിയെടുക്കുകയാണ്. കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. കോട്ടയത്ത് ഇന്ന് അതിൻ്റെ ആദ്യത്തെ ചുവട് വയ്ക്കും. ഒരു കർഷക കൂട്ടായ്മ എന്നാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ക്രൈസ്തവ മത നേതൃത്വം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ഈ പാർട്ടി BJP-യുമായി സഹകരിക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്താണ് അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ക്രിസ്ത്യൻ മേഖലയിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ സെൻട്രൽ ട്രാവൻകൂർ ക്രിസ്ത്യൻ മേഖല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സെൻട്രൽ തിരുവനന്തപുരം ആ മേഖലയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ മൂവ്മെൻറ്റ് ഗ്ലോബലി അല്ലെങ്കിൽ നാഷണലി വരുമ്പോൾ തത്തുല്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പം BJP-യുടെ കൂടെ തന്നെ ആണെങ്കിൽ പണ്ട് PC തോമസ് എന്ന് തോന്നുന്നു. PC തോമസ് അവിടെ പാർട്ടി ഉണ്ടാക്കി ജയിച്ചു. അദ്ദേഹം മന്ത്രിയായി. പിന്നെ BJP NDA ടിക്കറ്റിൽ തന്നെ ജയിച്ചു. പക്ഷെ അന്ന് കോൺഗ്രസ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം LDF UDF മാറി കളിച്ചു. അപ്പം അദ്ദേഹം എവിടെയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് ആ മേഖലയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒക്കെ പ്രവർത്തനം ഏറ്റവും പ്രത്യേകം തുടങ്ങിയത് തൃശ്ശൂരാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ വന്നൊരു സ്ഥലം ഈ സെൻട്രൽ ട്രാവൻകൂറാണ്, മധ്യ തിരുവനന്തപുരം. അപ്പോൾ ആളുകൾക്ക് എളുപ്പത്തിൽ കോട്ടയം എസ്പെഷ്യലി ക്രിസ്ത്യൻ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസം കിട്ടി. അത് പിന്നെ മറ്റു സമുദായങ്ങളിലും ഉണ്ടായി. നിങ്ങൾ നോക്കിയാൽ ഈ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി ഫാത്തിമ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആ മേഖലയിൽ നിന്ന് വരുന്നതല്ലേ? ഈ ഒരു സെൻട്രൽ ട്രാവൻകൂർ ആ ഒരു ബെൽറ്റിൽ നിന്ന് വരുന്നതാണ്. സെൻട്രൽ ട്രാവൻകൂർ സദേൺ ട്രാവൻകൂർ ബെൽറ്റിൽ നിന്ന് വരുന്നതാണ്. അല്ല, പൊതുവെ ആ പ്രദേശത്തുള്ളവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പെട്ടെന്ന് വളരാൻ പറ്റി. അപ്പം വിദ്യാഭ്യാസപരമായി വളരും ആളുകൾ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ആട്ടിനും പറ്റാത്ത പോലെ ഒരു ഇടയനെ നയിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും ഈ പറയുന്ന ആപ്പിൾ കഴിച്ച ആദാമിനെ പോലെ സ്വന്തമായ ബുദ്ധിയും സ്വന്തമായ താല്പര്യങ്ങളും വരും. അപ്പോൾ ആരുടെ അണ്ടറിൽ അവരെ നയിച്ചുകൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ കുടുംബത്തിൽ 8-10 പിള്ളേരൊക്കെ ഉള്ള സമയത്ത് ഇവർ സഭയൊക്കെ പറഞ്ഞ് കേട്ട് നിൽക്കുകയായിരുന്നു പൊതുവേ. കാരണം സഭ ഒരു പ്ലേസ്മെൻറ്റ് കൊടുക്കും. സഭയ്ക്ക് ഗ്ലോബൽ കണക്ഷനാണല്ലോ. അമേരിക്കയിൽ പോയാലും ഇപ്പം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോട് മാണിസാറിനോടൊക്കെ വില പേശാനൊക്കെ പറ്റുകയാണ്. ഇപ്പം 2 പിള്ളേരേ ഉള്ളൂ. ഈ 2 പിള്ളേർ അവിടെയുള്ള പല ഏവറേജ് രാഷ്ട്രീയക്കാരെക്കാളും മിടുക്കന്മാരായിരിക്കും. അവർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം പോലും ഇല്ല. പിന്നെ അവർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരാലോചിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം തെങ്കൽ ചുളയിലെ പിള്ളേരോ അല്ലെങ്കിൽ ബാലുശ്ശേരി നാട്ടുമ്പുറത്തെ പിള്ളേരോ ചിന്തിക്കുന്നത് പോലെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറത്ത് ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്ത് അയാൾ മന്ത്രി MLA ആയി അതുകൊണ്ട് പൊതുവേ സമൂഹത്തിന് ഗുണം ഉണ്ടാവുമെന്ന് അവർ ചിന്തിക്കില്ല. ഞങ്ങളെന്തിനാ ഞങ്ങളത്ര പോലും കഴിവില്ല, പിന്നെ ഞങ്ങൾ അവൻ്റെ പിന്നാലെ നടക്കും, അങ്ങനെയാണ് ഞങ്ങൾ MLA ആക്കുക എന്ന് ചിന്തിക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിന് ഇത്രയും മാത്രം പിളർപ്പുണ്ടായത്. കാരണം ഒരാൾ രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും അയാൾ വിചാരിക്കും ഇതിനെ ഞാൻ മറ്റൊരു മാണിസാറിനുണ്ടല്ലോ നിൽക്കുന്നത്. അയാൾ ഇത് അവിടെ മാത്രം കാണുന്ന പ്രതിഭാസമാണ്. ഈ വളരും തോറും വളരും എന്ന സിദ്ധാന്തം അത് കാണുന്നതാണ്. വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ സ്വാർത്ഥന്മാരായി ഇൻഡിവിജ്വലിസ്റ്റിക്കായി മാറും. അതാണ് അതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ SDPI തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നേതാവ് മുണ്ടക്കയത്തേറ്റാനുള്ളൊരു ക്രിസ്ത്യൻ പേരുള്ള ആളാണ്. അയാൾ ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ മിക്ക പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് ഉണ്ട്, ദേശീയ പാർട്ടികൾ. ഒരു മാമച്ചൻ ടൈപ്പ് സാധനം അവിടെ കാണാൻ പറ്റും. ഇപ്പം BJP-ൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അവിടെ BJP എനിക്ക് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. പുതിയ കാര്യമൊന്നുമല്ല. ആ സഖ്യകക്ഷികൾ ജയിക്കും. എനിക്ക് ഓർമ്മയുണ്ട് അവിടെ മുൻപ് PC തോമസ് ജയിച്ച സമയത്ത് അവിടെ CPM ക്ലോസ് മത്സരമായിരുന്നു. അവസാനം അതിൽ PC തോമസിനെ അയോഗ്യനാക്കി ഈ തോറ്റ ആളെ ജയിപ്പിക്കുകയും ചെയ്തിരുന്നു കോടതി. എന്തോ വർഗീയ പ്രചാരണം നടത്തി ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അന്ന് ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജോസഫ് ഗ്രൂപ്പിലുള്ള ഒരാൾ LDF-ലാണ് ഞാൻ അവിടെ കണ്ട്. ഞാൻ ഇടയ്ക്ക് ഡൽഹി പോയ സമയത്ത് കണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അവിടെ എങ്ങനെ നമ്മുടെ LDF-ൻ്റെ കാൻഡിഡേറ്റ് തോറ്റു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് PC തോമസിനാണ്. കണ്ട മേത്തനും വോട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. അത് അങ്ങനെ ഞാൻ മുസ്ലിമാണെന്ന് അറിയാം. അങ്ങനെ പക്ഷേ സത്യസന്ധമായി പറഞ്ഞു. എനിക്കതിലൊന്നും തോന്നിയില്ല. സത്യമാണ്. മറ്റുള്ള പലരും മറച്ചു വെച്ച് അക്കാലത്ത് തന്നെ കേട്ടിരുന്നു LDF-നൊപ്പം ആണെങ്കിലും PJ ജോസഫിന്റെ പാർട്ടി ഈ മാണി സാറിന്റെ മകനാണ് മത്സരിക്കുന്നത്, നമ്മുടെ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ എന്ത് വില കൊടുത്തും അവർ ശ്രമിക്കും എന്നൊരു ശ്രുതി അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരമായിരുന്നു. വളരെ ടൈറ്റ് ഫൈറ്റ്. അപ്പോൾ അതിൽ LDF-ൽ ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ട് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. അവിടുത്തെ ഈ പറഞ്ഞ LDF സ്ഥാനം അദ്ദേഹം ജയിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ചോദിച്ചു വളരെ പച്ചക്കഥ എന്നോട് വന്നു. എനിക്കത് ഇഷ്ടപ്പെടുക. എൻ്റെ പൊതുവെ ആളുകൾ മറച്ചു വെച്ചാൽ പറയാം. ഇത് അദ്ദേഹം പച്ചക്കഥ ഞങ്ങൾ എന്താണ് മേത്തനെ വോട്ട് ചെയ്യേണ്ടത്.
നമ്മളെ സഭയിലുള്ള ആളുണ്ട്, നമ്മൾ അവർക്ക് വോട്ട് ചെയ്തു. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലം. ഇപ്പം മലബാറിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ആളുകൾ ചിന്തിച്ചെന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല. തിരുവിതാംകൂറിൽ അത്രമാത്രമില്ല, എങ്കിൽ പോലും ഉണ്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ള ചിന്ത കുറച്ച് കൂടുതലുണ്ട്. കാരണം വിദ്യാഭ്യാസം ആദ്യം കിട്ടിയ കുഴപ്പമാണത്. മലബാറിൽ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് CPM ഒക്കെ ചില സ്ഥലത്ത് മുമ്പാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ ആരാന്ന് പോലും നോക്കിയ പ്രചാരണത്തിൽ ഇറങ്ങി. ഇപ്പം CPM നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ ഏരിയ കമ്മിറ്റി പ്രകടനം നടത്തുന്ന അവസ്ഥ മലബാറിൽ വരെ വന്നിട്ടുണ്ട്. പക്ഷേ കോട്ടയം മുന്നേ നടന്നതുകൊണ്ട് ആ ഒരു തിരുവിതാംകൂർ സെൻട്രൽ ട്രാവൻകൂർ ബെൽറ്റിൽ ഇത് വളരെ സ്വാഭാവികമാണ്. എനിക്കെന്ത് കിട്ടി എന്നുള്ള ചോദ്യം. അപ്പം ഇപ്പം ഇടയ്ക്ക് കർഷകരുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ജോയ്സ് ജോർജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് അവിടെ വന്നു. അപ്പോൾ ജോയ്സ് പക്ഷേ പിന്നാണ് ഇലക്ഷനൊക്കെ തോറ്റു. ആ സമയത്തേ ആദ്യത്തെ തവണ ജയിച്ചു, പിന്നെയൊക്കെ തോറ്റു. കാരണം ആ സമയത്തെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉള്ളൂ. ആ സമയത്ത് ഒരു ഗാഡ്ഗിൽ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു തെറ്റിദ്ധാരണ അവിടെ പരത്തിയിരുന്നു. അപ്പോൾ അവൻ പി സി തോമസ് ആണൊരുത്തനായിരുന്നു. പി ടി തോമസ് മുംബൈയുടെ അതാണൊരുത്തനായിരുന്നു. അദ്ദേഹത്തിനൊക്കെ വെറുതെ സഭയായിട്ട് തെറ്റിച്ച് ആളുകൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അവസാനം പി ടി തോമസ് പറഞ്ഞിടത്ത് കാര്യം വന്നെത്തി. ഇപ്പം അതില്ല. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഹൈപ്പിൻ്റെ പുറത്ത് വരുമെന്നല്ലാതെ പൊതുവേ അവിടെ ആളുകൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഈ പാർട്ടി പൊതുവെ അതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കിട്ടി. ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഒരു വിദ്യാഭ്യാസം കിട്ടും ആളുകൾ കൂടുതൽ സ്വാർത്ഥന്മാരായി മാറും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല, അവർ മുന്നേ നടന്നവരാണ്. നമ്മളെപ്പൊക്കെ കുടുംബാസൂത്രണം മലബാറിലൊക്കെ ആലോചിക്കുന്നതിന് മുമ്പേ കുടുംബാസൂത്രണം നടപ്പിലാക്കിയ ആളുകളാണ്. മലബാറിൽ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മലബാർ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നേ ഉള്ളൂ, എസ്പെഷ്യലി മുസ്ലിംസിൻ്റെ ഇടയിൽ. ക്രിസ്ത്യൻസിൻ്റെ വളരെ കുറവാണ് പോപ്പുലേഷൻ. അത് അവർ മുന്നേ നടന്നതിൻ്റെ ഒരു ഗുണമോ ദോഷമോ ഒക്കെയാണ് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ വന്നൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അത് ഇനി പക്ഷേ ആം ആദ്മി പാർട്ടി അവിടെ കേരളത്തിൽ ആദ്യമായി പിളർപ്പ് വന്ന സ്ഥലം അവിടെ കോട്ടയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നേതാവാണ്, എല്ലാവരും ഒരേപോലെ യോഗ്യനാണ്, പിന്നെ ഒരുത്തന്നെ ഞാനിതിനെ അംഗീകരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാർട്ടി വളരില്ല. ഇപ്പോൾ ഈ പാർട്ടി തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ ഈ എന്തെങ്കിലും സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സീറ്റ് വിഭജനത്തിന് കാര്യം പറഞ്ഞ് വേറെ അടിച്ചു പിടിക്കും. നിങ്ങൾ ഒരു നേതാവിനെയും ഒരു പ്രത്യക്ഷ സ്ഥലത്തെ നയിക്കപ്പെടുന്ന ഒരു നേതാവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും MLA MP ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് ഈ പ്രശ്നം ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒരു BJP അനുകൂലമായ ഒരു മണ്ണൊരുക്കം അത് കോട്ടയത്ത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ, കാരണം ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ മാർ ജോർജ് ആലഞ്ചേരിയാണ്. അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഈ പണ്ടത്തെ പോലൊന്നും പിതാക്കന്മാർ പറഞ്ഞാലൊന്നും അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. 2 പിള്ളേരെ ഇപ്പോൾ ഉള്ളൂ. അത് പഴയ ജനറേഷനിടെ പിന്നെയും ഉണ്ടാവും, വലിയ രീതിയിലൊന്നും ഇല്ല. പിന്നെ ഇത് പിണറായി വിജയൻ്റെ സ്ട്രാറ്റജിയാണ് നല്ലത് BJPക്ക്. കാരണം അവിടെ BJPക്ക് വോട്ട് കിട്ടും. കാരണം എല്ലാവർക്കും BJPയെ ഒരു താല്പര്യമുണ്ട്. എസ്പെഷ്യലി മുസ്ലിംസ് കാണുന്ന ഭീഷണിയായിട്ടൊന്നും ഈ സിറിയൻ ക്രിസ്ത്യാനികൾ BJPയെ കാണുന്നില്ല. സിറിയൻ ക്രിസ്ത്യൻസ് ഞാൻ പറഞ്ഞത്, ഈ പുതിയ ജനറേഷൻ ചർച്ച അല്ല പറഞ്ഞത്, സിറിയൻ ക്രിസ്ത്യൻ ചർച്ച കാണുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP കേന്ദ്രത്തിൽ അധികാരം കൈകാണുന്ന പാർട്ടി രീതി പല രീതിയിൽ അവർക്ക് ഫണ്ട് വരാനുണ്ട്. അവരുടെ സഭയിലുള്ള ആളുകൾ പല തരത്തിൽ ബിസിനസ്സുകളുണ്ട്. ഇതൊക്കെ BJP ആയിട്ട് ഉടക്കി ഇന്നലെ മുന്നോട്ട് പോകില്ല. മാത്രമല്ല BJP കുറച്ചും ഇവരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, BJPനെക്കാളും കൂടുതൽ ഹിന്ദുയിസം പറയുന്ന ആളുകളാണ്. ഹിന്ദുത്വം ആയിരിക്കില്ല, ഹിന്ദുയിസം പറയുന്ന ആളുകളാണ്. ബ്രാഹ്മണരാണെന്ന് സ്വയം പറയുന്ന ആളുകളാണ്. അവരെ കളിച്ച എലിമെന്റ് അതിൽ പല മതചിഹ്നങ്ങളും ഹിന്ദുക്കളുടെ പല ചിഹ്നങ്ങളും അവർ ഉപയോഗിക്കുന്നു. മാത്രമല്ല നായർ തൊട്ട് മുകളിലോട്ടുള്ള ഒരു കുടുംബത്തിൽ കല്യാണം കഴിക്കുന്ന വലിയ അന്തസ്സായി കരുതുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ഹിന്ദു സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ പഴയ ഹൈന്ദവ പാരമ്പര്യം വിടാൻ അവർക്കൊരു മടിയുണ്ട്. മടിയുണ്ട്. അല്ല, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ അവർ. ഇപ്പം സഭയും കാര്യങ്ങളൊക്കെ അവർക്ക് ശരിയാണ്, വിശ്വാസമാണെങ്കിൽ പോലും അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് സിറിയൻ ക്രിസ്ത്യൻസ്. അപ്പോൾ അവരുടെ സമയം BJP പിണറായി ചെയ്ത പോലെ നേരിട്ട് ഇടപെടുന്നത് നല്ലത്. ഇങ്ങനെ കുറച്ച് ഇടയ്ക്കുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ BJPയുടേതായതുകൊണ്ട് തന്നെ അവർ BJPയോടൊപ്പം പോകും. അല്ല, അവർക്ക് ഓരോരുത്തർക്കും BJPനെ കൊണ്ട് കാര്യമുണ്ട്, പ്രതീക്ഷയുണ്ട്. മോഡി എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോഡി വേറെ സെൽഫ്ലെസ് എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. വർഗീയതയൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിൽ പോലും സെൽഫ്ലെസ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. പിന്നെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു. പിന്നെ BJP വിചാരിച്ചാലാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുള്ളൂ. ഫണ്ട് വരാനുണ്ടോ? സഭകൾക്ക് ഇഷ്ടംപോലെ ഫണ്ട് വരുന്നതാണ്. ഇവർ ഫണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി സിറിയൻ ചർച്ച് ഈ ഫണ്ട് കൺവേർഷൻ ഉപയോഗിക്കുന്നില്ല. സിറിയൻ ചർച്ചുകൾ, സിറിയൻ കത്തോലിക് ആണെങ്കിലും നമുക്കറിയാം മറ്റ് ബാപ്റ്റിസ്റ്റ് പോലെയുള്ള അല്ല, അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് BJP താല്പര്യമുണ്ട്. അതിനിങ്ങനെ ഇടനിലക്കാൻ പാർട്ടി ആവശ്യമില്ല. കാരണം ഇവർ ഇടനിലക്ക് ഇവരെ ഉപയോഗിച്ചു വിലപേശി അവസാനം മലബാർ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ ഈ ഇടനിലക്കാരനായ ആളുകൾ രക്ഷപ്പെടുകയും സാധാരണക്കാരന് പ്രത്യേകിച്ച് ഗുണം കിട്ടാത്ത അവസ്ഥയും വരും. അവിടെയാണ് പിണറായി വളരെ സ്ട്രാറ്റജിക്കലായി ചെയ്തത്. പിണറായിക്ക് നേരിട്ട് ബന്ധം സഭാ മേലധ്യക്ഷന്മാരൊക്കെ ആയിട്ടാണ്. പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുണ്ട്. പിന്നെ പിണറായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വീണനെ പോലെ ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവന്ന് പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു.
പിന്നെ എന്ത് ചെയ്തു, ഒരു സ്ഥാനത്തിരുത്തി. മന്ത്രിയാക്കി. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നല്ലത്. ഈ പറഞ്ഞ ഈ അല്ല, അത് തന്നെയല്ലേ കേന്ദ്രവും ചെയ്തത് ജോർജ് കുര്യനെ കൊണ്ട്. അതെ അതെ, ആ സ്ട്രാറ്റജിയാണ് നല്ലത്. അല്ലാണ്ട് ഈ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള കേരള കോൺഗ്രസ്സുകാരെ കൊണ്ടുവച്ചിട്ടുണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.